ബഹുമാനകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അടിയന്തരാവസ്ഥ കണ്ടവർ, ഇന്ദ്രനെയും ചന്ദ്രനെയും ഊരിപ്പിടിച്ച വാൾത്തലപ്പും കണ്ടവർ, അന്തരീക്ഷത്തിൽ പാറുന്ന കുറച്ച് കരിങ്കൊടികളും പറന്നു വരുന്ന 2 ചെരുപ്പും കണ്ട് നരഹത്യാ നീക്കമെന്നൊക്കെ വിലപിച്ചിങ്ങനെ പ്രാണഭയത്തിൽ പേടിക്കല്ലേ സഖാവേ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ചാവേർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ആരാണ് സാർ? സാറേ ആകെ ഒന്ന് നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലെ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. നിങ്ങൾ ഇതുവരെ ഒരു കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്തില്ലല്ലോ? ഉണ്ട് സാർ. നിരവധി കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത സാർ. കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സാർ ഞാൻ. സാർ കരിങ്കൊടി പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സാർ. അന്ന് പിടിച്ചത് SFIയുടെ കൊടിയാണ് സാർ. പണ്ട് നമ്മൾ ചെയ്ത സമരങ്ങൾ, ഇപ്പോഴത്തെ കരിങ്കൊടി സമരങ്ങൾ, എം പ്രകാശൻ മാഷെ, പി രാജീവ് ചെയ്ത സമരം, 100 കരിങ്കൊടി സമരങ്ങൾ, മുഖ്യമന്ത്രിയുടെ എന്താണ് കല്ലെറിഞ്ഞ് മുഖ്യമന്ത്രി നെറ്റിപൊട്ടിക്കൽ, അന്ന് നിങ്ങൾ ചെയ്ത സമരങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ അധമ സമരമാണ്. അത് തീവ്രവാദ പ്രവർത്തനമാണ്, അത് ഭീകരവാദ പ്രവർത്തനമാണ്, അത് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ്, മണ്ണാങ്കട്ടയാണ്. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. സാർ, 1ാം പിണറായി സർക്കാരിന്റെ ഒടുവിൽ അന്ന് ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ കൊടുത്ത് ആ സർക്കാർ നന്നായി നിൽക്കുമ്പോൾ സർക്കാരിനെ അനുകൂലിച്ച് പറഞ്ഞത് 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പ്രചരണ വാഹനങ്ങളിൽ CPM ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു. തെളിവ് വേണോ? എം പ്രകാശൻ ഇടതുവിരുദ്ധ ആരോപിക്കുന്നു, വിഷമമിപ്പിക്കുന്നു. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഹാഷ്മിക്ക് നല്ലത് BJPയുടെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകനായിട്ട് മാറുന്നതാണ്. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോ വലിയ നിലക്കുള്ള സ്ഥാനങ്ങൾ കിട്ടിയേക്കും. നിങ്ങൾ എന്തിനാ ഇവിടെ ഈ ചെറിയ ശമ്പളത്തിന് ഈ പറയുന്ന സ്ഥാപനത്തിൽ നിൽക്കുന്നത്? അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. സാർ, ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നതിന്റെ ജോലി ആയതുകൊണ്ടും അതിൽ കള്ളം ചെയ്യാൻ പാടില്ല, കളങ്കം ചെയ്യാൻ പാടില്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും പലരും ഈ പണി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കുള്ള പന്താവ് വെട്ടിയത് അധമ പണിയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളോട് എം പ്രകാശൻ മാസ്റ്റർ അങ്ങനെ പറയരുത്. അങ്ങയുടെ പ്രായമെങ്കിലും കണക്കാക്കണം. എം പ്രകാശൻ അങ്ങനെ അപക്വമാവല്ലേ പ്ലീസ്. ഹാഷ്മി ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മലയാളി കാണുന്നത്. കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മലയാളിക്ക് അറിയാം ഹാഷ്മി എന്താണ് എന്നുള്ളത്. അറിയാം, മലയാളിക്ക് അറിയാം. പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ആർജവത്തോടെ പറയുന്നു, മലയാളിക്ക് അറിയാം ഹാഷ്മി ആരാണെന്നുള്ളത്. പറഞ്ഞ കാര്യം വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.